ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. 10th പ്രിലിംസ് എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആശങ്കയിലാണ്. മറ്റൊന്നും കൊണ്ടല്ല, എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയോട് കൂടിയാണ് എക്സാം കഴിഞ്ഞത്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് OA മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് ഓൾറെഡി മെയ് 21 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ലബോറട്ടറി അസിസ്റ്റൻറ്റ് പോലുള്ള മറ്റുള്ള തസ്തികകളിലേക്കുള്ള ഡേറ്റുകൾ ഇനി വരാനുണ്ടെങ്കിലും സെക്രട്ടേറിയറ്റ് OAയുടെ ഡേറ്റ്, ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തൊരു പരീക്ഷ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് OA ആണ്. അതിൻ്റെ ഡേറ്റ് മെയ് 21 ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് റിസൾട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ആരൊക്കെ പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു. അപ്പം സെക്രട്ടേറിയറ്റ് OA എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1.5 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എക്സ്ഹോസ്റ്റഡ് ആയിട്ട് പുതിയ പരീക്ഷ വിളിച്ചിരിക്കുകയാണ്, അല്ലേ? അതായത് അത്രയധികം നിയമനങ്ങൾ നടന്ന ഒരു പരീക്ഷയാണ്. റാങ്ക് ലിസ്റ്റ് എക്സ്ഹോസ്റ്റഡ് ആയതിനു ശേഷം 336 പുതിയ വേക്കൻസിയും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി കയറുന്ന റാങ്ക് ലിസ്റ്റിലെ കുട്ടികൾക്ക് അനുകൂലമായിട്ടാണ് ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എക്സാം റിസൾട്ട് മാർച്ച് എൻഡിന് മുൻപായിട്ട് തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് നമ്മുടെ എക്സാമിന്, സെക്രട്ടേറിയറ്റ് OA എക്സാമിന് നമ്മുടെ മുന്നിൽ മാക്സിമം ഉള്ളത് 45 ഡേയ്സ് മാത്രമാണ്. അതിനുള്ളിൽ നമുക്കറിയാം ഈസ്റ്ററും വിഷുവും പെരുന്നാളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റ്സ് എല്ലാം മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെ കൈകളിൽ ഏകദേശം 40 ദിവസത്തിന് താഴെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, 10th പ്രിലിംസിൽ നിന്നും നിങ്ങൾക്കറിയാം മെയിൻസിലേക്ക് വരുമ്പം ഇംഗ്ലീഷ്, മലയാളം പോലുള്ള വിഷയങ്ങൾ അവിടെ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. റിസൾട്ട് വന്നതിന് ശേഷം ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടണം എന്നില്ല. ഇനി പഠിച്ചു തുടങ്ങി റിസൾട്ട് വന്നു, ഞാനതിൽ ഇൻക്ലൂഡഡ് അല്ല, അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും തന്നെ ASM പരീക്ഷ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ സിലബസ് നിങ്ങൾക്ക് അവിടെയും ഹെൽപ്ഫുൾ ആകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാതിരിക്കേണ്ട കാര്യം ഒരു കാരണവശാലും ചിന്തിക്കേണ്ട കാര്യമേ അല്ല. എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം 336 പുതിയ അവസരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് സെക്രട്ടേറിയറ്റ് OAയിൽ മാത്രമുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓൾമോസ്റ്റ് നിങ്ങൾ ആ കട്ട് ഓഫിനോട് അടുത്ത് വരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. 40 ദിവസമേ കയ്യിലുള്ളൂ എന്ന് ചിന്തിക്കുക. റിസൾട്ട് വരാൻ കാത്തിരിക്കരുത്. ASM പോലുള്ള പരീക്ഷകളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ റിസൾട്ടിനെ കുറിച്ചുള്ള ആശങ്കയൊന്നും വേണ്ട. ഉടനെ തന്നെ റിസൾട്ട് വരുന്നതായിരിക്കും. നമ്മുടെ മുന്നിൽ പഠിക്കാനുള്ള സമയമാണ് കുറവ്. കൃത്യമായിട്ടുള്ളൊരു പഠന സ്ട്രാറ്റജിയോട് കൂടി മുന്നോട്ട് പോയില്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി തന്നെ വേണം. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം എക്സ്ഹോസ്റ്റഡ് ആയിട്ടുള്ള, അതായത് തീർന്നു പോയ റാങ്ക് ലിസ്റ്റിലെ തസ്തികയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ഈ അവസരം നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത്. നന്നായിട്ട് തന്നെ പഠിക്കുക. അവസരങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിൽ വരണം എന്നില്ല. അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോലുള്ള എക്സാംസും എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട്, കൺഫർമേഷനൊക്കെ കൊടുത്ത ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നന്നായിട്ട് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. കൃത്യമായിട്ടുള്ള പഠന സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഈ വർഷം ഒട്ടനവധി പരീക്ഷകളും ഒട്ടനവധി അവസരങ്ങളുമാണ് നിങ്ങളുടെ മുന്നിലേക്കുള്ളത്. അതെല്ലാം ഗ്രാബ് ചെയ്യാൻ നമ്മുടെ ചെറിയൊരു ഇനീഷ്യേറ്റീവും ചെറിയൊരു എഫേർട്ടും മാത്രം മതി. നല്ലൊരു പഠനം, ഒരു ഹാപ്പി ലേണിംഗ് എല്ലാവർക്കും ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ 10th മെയിൻസിൻ്റെ പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന് പ്രത്യേകത, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ എല്ലാ ബാച്ചസിലും ഉള്ളതുപോലെ തന്നെ ആപ്പ് ബേസ്ഡ് ക്ലാസ്സസും ലൈവ് സെഷൻസും ക്വറി ഹാൻഡ്ലിംഗ്, പേഴ്സണൽ മെൻറ്റർഷിപ്പ്, ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസോടുകൂടി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഫുൾ സിലബസ് കവറേജും എൻഷ്യൂർഡ് ആണ്. മോക്ക് എക്സാംസും മോഡൽ എക്സാംസും എല്ലാം എൻഷ്യൂർഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? പഠനം അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.